السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد. ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരിശുദ്ധമായിരിക്കുന്ന റമളാൻ ഷരീഫ് നമ്മളിലേക്ക് കടന്നു ചെല്ലാൻ കേവലം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാൻ എന്നുള്ളത് നന്മകളുടെ വസന്തകാലമാണ്. കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ചുപോയ തിന്മകൾ കഴുകി ശുദ്ധീകരിക്കാനും നന്മകൾ വാരിക്കൂട്ടാനുമുള്ള ഒരു സുസന്ദർഭമാണ് പരിശുദ്ധ റമളാൻ. പക്ഷേ ആ റമളാനിനെ വേണ്ടതുപോലെ നമുക്ക് സ്വീകരിക്കാൻ, വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ മാത്രമേ റമളാൻ കൊണ്ട് നമുക്ക് പുണ്യമുള്ളൂ. മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ പരിശുദ്ധ റമളാനിന് മുന്നൊരുക്കമായി റമളാനിനെ നല്ലതുപോലെ ഉപയോഗിക്കാൻ നമുക്ക് ഉപകരിക്കുന്ന പല കാര്യങ്ങളും നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റമളാനിൻ്റെ മുന്നൊരുക്കമായി നാം ചെയ്തു തീർക്കേണ്ട പ്രധാനമായും ഒരു 6 കാര്യങ്ങൾ മഹാന്മാർ നമ്മെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാമതായും കൊണ്ട് അത്തഖറുബു ഇലല്ലാഹി ബിത്തൗബ. ആദ്യമായി റമളാൻ നമ്മളിലേക്ക് ആഗതമാകുന്നതിന് മുമ്പ് തന്നെ തൗബ ചെയ്തും കൊണ്ട് കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് തൗബ ചെയ്ത് മടങ്ങുകയും നന്മകൾ വർദ്ധിപ്പിക്കുകയും തിന്മകൾ വർജിക്കുകയും കുടുംബബന്ധം പാലിക്കുകയും പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ നന്നാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് മഹാന്മാർ നമ്മോട് പഠിപ്പിക്കുന്നത് നമ്മുടെ പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് ആഗതമായി കഴിഞ്ഞാൽ ആ റമളാനിൽ നാം ചെയ്തു തീർക്കേണ്ട നന്മകളിൽ പ്രത്യേകമായ ഒരു ലക്ഷ്യം നാം നിശ്ചയിച്ചിരിക്കുക എന്നുള്ളതാണ്. അതായത് റമളാനിൽ ചെയ്യുന്ന ഇബാദത്തുകൾ ഒരു കൃത്യമായ കണക്ക്, ഒരു ഹദ് നാം നിശ്ചയിക്കുക. റമളാനിൽ ഓരോ ദിവസവും ഞാൻ ഇത്ര ജുസ് എനിക്ക് ഓതണം, ഖുർആൻ ഓതണം. റമളാൻ തീരുമ്പോഴേക്കും ഇത്ര ഖത്മ് ഞാൻ ഓതി തീർക്കണം. അതുപോലെ ഇത്ര സുന്നത്ത് നിസ്കാരങ്ങൾ എനിക്ക് നിസ്കരിക്കണം. അതുപോലെ ഇത്ര ദാനധർമ്മങ്ങൾ ഞാൻ ചെയ്യണം. ഇന്ന നന്മകൾ ഇത്ര അളവിൽ ഞാൻ ചെയ്തു തീർക്കണമെന്ന ഒരു ലക്ഷ്യം, ഒരു നിയ്യത്ത് ആദ്യമേ നാം നിശ്ചയിച്ചു വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കർമ്മം. മൂന്നാമത്തെ നമ്മുടെ മുന്നൊരുക്കമായി മഹാന്മാർ പഠിപ്പിക്കുന്നത് അത്തംറീനാത്തു ബിൽ ഇബാദ. ഇബാദത്തുകൾ, റമളാനിൽ ചെയ്യേണ്ട ഇബാദത്തുകൾക്ക് ഒരു പരിശീലനമായി റമളാനിൻ്റെ മുമ്പുള്ള ദിവസങ്ങളെയും മാസങ്ങളെയും നാം അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം റമളാനാവുമ്പോൾ വിശപ്പും പട്ടിണിയും ഇരുന്ന് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യ സഹജമായ പല മടുപ്പുകളും പ്രയാസങ്ങളും നമുക്ക് വരുമ്പോൾ ഇബാദത്തുകൾ ചെയ്യാൻ പലപ്പോഴും നമുക്ക് മടിയുണ്ടായേക്കാം. നമ്മുടെ ശരീരം അതിനെ അനുവദിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ റമളാനിൽ നാം ചെയ്യേണ്ട ഇബാദത്തുകൾക്ക് ഒരു പരിശീലനമായി അതിന് മുമ്പുള്ള ദിവസങ്ങളെ നാം തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ചും തഹജ്ജുദ് നിസ്കാരങ്ങൾ റമളാനിൽ മാത്രം ചെയ്യാമെന്ന് വെക്കാതെ അതിനു മുമ്പ് തന്നെ തഹജ്ജുദ് നിസ്കാരങ്ങൾ പതിവാക്കുക. ഖുർആൻ അതിനു മുമ്പ് തന്നെ ഒരുപാട് ഓതുന്നത് അധികരിപ്പിക്കുക. അങ്ങനെയുള്ള നന്മകൾ റമളാനിന് മുമ്പ് തന്നെ ചെയ്തും കൊണ്ട് ഒരു പരിശീലനം നമ്മുടെ ശരീരത്തിന് നാം കൊടുക്കുക എന്നുള്ളതാണ്. നാലാമതായി മഹാന്മാർ പഠിപ്പിക്കുന്നത് അദ്ദവാമു അല ദുആ. പരിശുദ്ധ റമളാൻ വരുന്നതിന് മുമ്പായും കൊണ്ട് തന്നെ ഒരുപാട് ദുആയിൽ മുഴുകുക, ദുആ അധികരിപ്പിക്കുക. റമളാൻ ഷരീഫ് നമുക്ക് എത്തിക്കിട്ടാനും ആ റമളാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇബാദത്ത് ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കുക, നിത്യമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഹബീബായ നബി തങ്ങളും മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം. അതാണ്
മഹാന്മാരായ സ്വഹാബത്ത് റമദാൻ വരുന്നതിന് 6 മാസം മുമ്പ് തന്നെ പ്രാർത്ഥനയിൽ മുഴുകുകയും റമദാൻ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയും റമദാൻ കഴിഞ്ഞാൽ പിന്നെയുള്ള 6 മാസം റമദാനിൽ ചെയ്ത ഇബാദത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ദുആ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. 5-ാമത്തെ കാര്യം മഹാന്മാർ പറയുന്നത്, റമദാനിന് മുന്നൊരുക്കമായി നാം ചെയ്യേണ്ട ഒരു കാര്യം അത്തജന്നുബു അനിൽ അശ്ഗാലി ദുനിയവിയ, ദുന്യവിയായതായിരിക്കുന്ന ശുഗലുകളിൽ നിന്ന് മാറി നിൽക്കുക. ദുന്യവിയായ ശുഗലുകൾ ഒഴിവാക്കുക. അത് റമദാനിൽ എനിക്ക് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ സാധിക്കണമെന്നില്ല. കാരണം റമദാനാവുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിശപ്പും പട്ടിണിയും അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ആ സമയത്ത് സ്വാഭാവികമായും ടൈം പാസിന് വേണ്ടി, സമയം ഒന്ന് നീക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യാൻ നമ്മുടെ മനസ്സും ശരീരവും ആഗ്രഹിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു നിയന്ത്രണമായി റമദാനിന് മുമ്പ് തന്നെ നാം ഒരുങ്ങി തയ്യാറാകണം. ദുന്യവിയായ എല്ലാ ശുഗലുകളിൽ നിന്നും, പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ, മൊബൈൽ പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി, റമദാനിൽ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനം നാം ഇപ്പോൾ തന്നെ ചെയ്യണം. ഇപ്പോൾ തന്നെ നമ്മുടെ മൊബൈലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നിയന്ത്രണം വരുത്തുക. ദുന്യവിയായ എല്ലാ ശുഗലുകൾക്കും ഒരു നിയന്ത്രണം നാം ഇപ്പോൾ കൊണ്ടുവന്നാൽ റമദാനിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റമദാനിൽ അതിനെ നല്ല പോലെ ഉപയോഗപ്പെടുത്താനും അതുപോലെ ഇത്തരം ദുന്യവിയായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു അവസ്ഥ, ഒരു മാനസികമായ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിത്തീരും. അതുപോലെ തന്നെ 6-ാമതായി മഹാന്മാർ പഠിപ്പിക്കുന്നത് റമദാനിന് മുന്നൊരുക്കമായി ചെയ്യേണ്ടത് കുടുംബസഹിതമായി റമദാനിന് ഒരുങ്ങി തയ്യാറാവുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ മക്കൾ, നമ്മൾ മാത്രം ഒരുങ്ങിയാൽ പോരാ. നമ്മൾ മാത്രം റമദാനിൽ വേണ്ടതുപോലെ അത് ഉപയോഗപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാവുകയില്ല. മറിച്ച് നമ്മുടെ കുടുംബത്തിനെയും അതിനു വേണ്ടി ഒരുക്കുക. പ്രത്യേകിച്ചും ചെറിയ ചെറിയ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ റമദാനിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും നോമ്പ് പിടിക്കുന്നതുകൊണ്ടുള്ള ഗുണവും ഭൗതികവും ആത്മീയമായ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ അതിനു വേണ്ടി സജ്ജരാക്കുക. അതുപോലെ ഖുർആൻ ഓതാനും അതുപോലെ നല്ല നല്ല നന്മകൾ റമദാനിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പ് അവരിലും ഉണ്ടാക്കുക. ഇങ്ങനെ കുടുംബസഹിതമായി റമദാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക. ഇത്തരം കാര്യങ്ങളാണ് മഹാന്മാർ നമുക്ക് റമദാനിന് മുന്നോടിയായി നാം ചെയ്യാൻ വേണ്ടി നമുക്ക് നിർദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നല്ലതുപോലെ അത് ഉപയോഗപ്പെടുത്താനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീക്കും ആഫിയത്തും ആയുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.